എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും തെളിവുകൾ നശിപ്പിച്ചാലും ഏതൊരു കേസിലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ച് മുങ്ങി നടന്നാലും ഒരു നാൾ നിയമത്തിന് മുന്നിൽ കുടുങ്ങുമെന്ന് തീർച്ച. ഇങ്ങനെ 2.5 പതിറ്റാണ്ടിന് ശേഷം ഒരു ബലാത്സംഗ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിലായി. കൊല്ലം അഞ്ചലിൽ 27 വർഷം മുൻപ് ബസ് യാത്രക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഗൾഫിലും തിരുവനന്തപുരത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്ന വർക്കല സ്വദേശി സജീവാണ് പോലീസിന്റെ മുന്നിൽ കുടുങ്ങിയത്. അഞ്ചൽ സ്വദേശിയായ യുവതിയെ വിവിധയിടങ്ങളിൽ തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച കേസിൽ 9 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ജൂലൈ 16 സംഭവം. സ്വകാര്യ ബസ്സിൽ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയ യുവതിയെ അഞ്ചലിൽ ഇറക്കാതെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിക്കുകയും അവിടെ നിന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോവുകയും ആയിരുന്നു. തുടർന്ന് വർക്കല, പരവൂർ എന്നിവിടങ്ങളിൽ വെച്ച് 10ഓളം പേർ ചേർന്ന് പീഡിപ്പിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്നുതന്നെ അറസ്റ്റിലായ സജീവ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പിന്നീട് കോടതിയിൽ ഹാജരായില്ല. 2023 കോടതി സജീവിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. വർക്കല സ്വദേശിയായ സജീവ് ഗൾഫിലേക്ക് കടക്കുകയും തിരിച്ചെത്തി തിരുവനന്തപുരം ചെങ്കോട്ടുകോണം എന്ന സ്ഥലത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. സംഭവത്തിൽ തുടരന്വേഷണം നടത്തിയ പോലീസ് സജീവിന്റെ സഹോദരിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാര്യം മനസ്സിലായത്. ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുകയാണെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഏറെ നാളായി പ്രതി നിരീക്ഷണത്തിലായിരുന്നു. അഞ്ചൽ SHO സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സജീവിനെ പിടികൂടിയത്. ന്യൂസ് 18 പുനലൂർ.